കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടിക്കു നേരെയുണ്ടായ ആക്രമണമെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. എന്നാൽ ഒരു ബോൺ ക്രിമിനൽ ചെയ്ത തെറ്റിന്റെ പേരിൽ മലയാള സിനിമ അധോലോകത്തിന്റെ പിടിയിലാണെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ അതിന്റെ പേരിൽ സിനിമയെ ആക്ഷേപിക്കാൻ പാടില്ല. കാര്യം സിനിമാ രംഗം എന്ന് പറയുന്നത് സിനിമയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ സിനിമയിൽ ഒരു പകരക്കാരനായി വന്ന ഒരു ക്രിമിനലിൻ്റെ പ്രവൃത്തിയുടെ പുറത്ത് സിനിമയിൽ മുഴുവൻ മാഫിയാണ് അല്ലെങ്കിൽ സിനിമയിൽ മുഴുവൻ അധോലോകമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നതാണ് തെറ്റ്. ചിലർ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഇത് എതിർക്കപ്പെടണം. നമ്മളെല്ലാവരും കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്ന അയാളെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നാണ്. ആ സമയത്ത് അത് രാഷ്ട്രീയവൽക്കരിക്കുന്നതൊക്കെ സങ്കടകരമായ അവസ്ഥയാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് പൃഥ്വിരാജ് ആയിരുന്നു. അത് സിനിമാ ലോകം ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങൾ ഉള്ള സിനിമ ഒഴിവാക്കും എന്ന് പറഞ്ഞത് അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് പറഞ്ഞില്ലെങ്കിലും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ഒക്കെ മനസ്സിലതുണ്ടാവും. നാളെ പെണ്ണുങ്ങൾ അധിക്ഷേപിക്കുന്ന ഡയലോഗ്സ് വരുമ്പോൾ എൻ്റെ സിനിമകളിലൊന്നും ഉണ്ടാവാറില്ല, എങ്കിലും ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ എഴുത്തുകാരും അതിൻ്റെ സംവിധായകരും അത് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സിനിമാ രംഗത്തെ നവാഗതരെ മയക്കുമരുന്ന് മാഫിയകളായി ചിത്രീകരിക്കുന്ന നീക്കം ചെറുക്കപ്പെടണം. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പതിവ് സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സിനിമകൾ എടുക്കുമ്പോൾ നമുക്കങ്ങനെ ആക്ഷേപിക്കാം. ഞാൻ പുതിയ സിനിമക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. കാര്യം ഞാൻ അവരുടെ തലമുറയുടെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറാവുന്ന ഒരാളാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സിനിമാ മേഖലയിൽ നിന്നും ഗൂഢാലോചന ഉള്ളതായി കരുതുന്നില്ല. അഥവാ ഗൂഢാലോചനയുണ്ടെങ്കിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷയെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. റിപ്പോർട്ടർ, തൃശൂർ.